പി എസ് സുനിൽ, നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്നാണ് ഒടുവിൽ കേന്ദ്രം ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്ന് വേണമോ കരുതാൻ? തീർച്ചയായും റോഷിപാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വലിയ സമരങ്ങളായിരുന്നു ഈ വയനാട് വിഷയത്തിലൊക്കെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിനിടയിൽ കേരളത്തിലെ എംപിമാർ നടത്തിയത്. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഒറ്റക്കെട്ടായി പാർലമെന്റ് കവാടത്തിലൊക്കെ തന്നെ വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. മാത്രമല്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കേരളത്തിലെ എംപിമാർ കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. കേരളത്തിന്റെ ദില്ലിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസും നിരവധി തവണ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ഈ വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതായാലും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാകാം ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ തീരുമാനം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് വയനാട്ടിലേത് അതിതീവ്ര ദുരന്തമാണ് എന്നത്. ഏതായാലും ഇനി എപ്പോൾ സാമ്പത്തിക സഹായം കിട്ടും, പ്രത്യേക പാക്കേജ് അനുവദിക്കും എന്ന കാര്യത്തിലാണ് നമുക്ക് വിവരം കേന്ദ്ര സർക്കാരിൽ നിന്ന് അറിയേണ്ടത്. ഏതായാലും 2000 കോടി രൂപയിലധികം പ്രത്യേക പാക്കേജായി വയനാടിൻ്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് കേന്ദ്ര സർക്കാർ അനുവദിക്കണം എന്നൊരാവശ്യമാണ് കേരളം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതായാലും അതിതീവ്ര ദുരന്തം എന്ന ഒരു പരിഗണനയിൽ ഒരു പട്ടികയിൽ ഇപ്പോൾ വയനാട് ദുരന്തത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഒരു പാക്കേജ് പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് തടസ്സമില്ല. പക്ഷേ കേരളം ആവശ്യപ്പെട്ട അത്രയും തുക അനുവദിക്കുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 5 സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിൽ തീവ്ര ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഏതാണ്ട് 2000-ഓളം കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കാണെന്ന് തോന്നുന്നു 5 സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ കാറ്റഗറിയായി പരിഗണിച്ച് വയനാടിന് സാമ്പത്തിക സഹായം നൽകാം. അപ്പോഴും കേരളം പ്രതീക്ഷിക്കുന്ന അത്രയും തുക ലഭിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ വലിയ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ കേരളത്തെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.